ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സിൽക്കി കോട്ടയുടെ കുറച്ച് സാരീസാണ് കണ്ടത്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും കുറച്ച് ഡിസ്പ്ലേ സാരീസാണ്. പക്ഷെ കോട്ടൺ ചെക്കോട്ടയാണ്, അതും നല്ല ഹെവി വർക്കുള്ള കോട്ടൺ ചെക്കോട്ട സാരീസാണ്. എല്ലാം തന്നെ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡിസൈൻസും സ്റ്റിച്ചസും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അഥവാ ഇനി റീക്രിയേഷൻ വേണമെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് എഴുതി അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ സാരീസും ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അതിൽ നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ എത്രയൊക്കെ ഡിസൈൻസാണ് വരുന്നത്, കളേഴ്സ് ഈ വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ച് ചിലപ്പോൾ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ചിലപ്പോൾ ഡാർക്ക് ആയിരിക്കും, ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എക്സാക്ട് സാരിയുടെ കളറും അതുപോലെ തന്നെ വർക്കിൻ്റെ ത്രെഡിൻ്റെ കളറും നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡിസൈൻസ് എത്രയൊക്കെയാണ് എവിടേക്കാണ് വന്നിരിക്കുന്നത്, റേറ്റും എല്ലാം നമ്മൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ സാരീസും ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഇതൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. പീച്ചും ബേബി പിങ്ക് യെല്ലോയും ആണ് ഇവിടെ ഫ്രഞ്ച് നോട്ട്സ്, വൈറ്റും ആണ് ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡാർക്ക് ഗ്രീനും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേൺ മുന്താണിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു എന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് ഡിസൈൻ ഇല്ല. ആ ഡിസൈനിൽ 4 ഫ്ലവേഴ്സാണ്, ഇതുപോലത്തെ വലിയ 4 ഫ്ലവേഴ്സാണ് ഉള്ളത്. ഇത് റണ്ണിങ് പോർഷനിൽ വരുമ്പം അത് 3 എണ്ണമാണ്. പിന്നെ കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ താഴത്തോട്ടുണ്ട്, അതില്ല. അത്രയാണ് റണ്ണിങ് പോർഷനിൽ വരുന്ന ഒരു ഡിസൈൻ. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ഒരു വലിയ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഒരു റണ്ണിങ് പോർഷനിൽ കണ്ടോർത്തൊരു ഡിസൈൻ, പിന്നെ വീണ്ടും ഒരു വലുത്. അങ്ങനെ 2 വലുതും ഒരു മീഡിയം സൈസ് ഫ്ലവറുമാണ് നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെയാണ് വരുന്നത്. ഇത്രയും ഡിസൈൻസാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു വലിയ ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിനിപ്പോൾ ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ഈ പിങ്ക് ഷെയ്ഡ് നമുക്ക് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഇതിലുള്ള ഏത് ഡിസൈൻ പീച്ച് ആണെങ്കിലും ഇട്ടാൽ കുഴപ്പമില്ല. ഈ ഡാർക്ക് ഷെയ്ഡ് പിങ്ക്, റാണി പിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ലൈറ്റ് പിങ്ക് ആയാലും കൊടുക്കാം, അല്ലെങ്കിൽ പീച്ച് ആണെങ്കിലും കൊടുക്കാം. ബാക്കി ഉള്ള ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഗ്രീന്, അല്ലാണ്ട് ബാക്കി വൈറ്റ് ഇട്ടാലും വേറെ ബേബി യെല്ലോ ഇട്ടാലും അത്ര എടുപ്പുണ്ടാവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാ റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2049 റുപ്പീസാണ്. ഇതിൻ്റെ റേറ്റ് 2049 ആണ് ഇതിൻ്റെ റേറ്റ്. ഈ സെയിം സാരിയുടെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഞാൻ കാണിച്ചു തരാം. ബ്ലാക്കിലാണ്. അതാണ് അടുത്ത സാരി. ആ സെയിം സാരി തന്നെയാണ്, സെയിം ഡിസൈൻ, സെയിം ലെങ്ത്തിലുള്ള പാറ്റേൺ. സാരിയുടെ കളറും ത്രെഡിൻ്റെ കളറുമാണ് മാറിയിരിക്കുന്നത്. ബ്ലാക്കിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിൽ വരുമ്പം യെല്ലോ ആൻഡ് മെറൂൺ കളർ ത്രെഡാണ്. യെല്ലോ ഫ്ലവേഴ്സ്, നടുക്ക് മെറൂണും, പിന്നെ നമ്മൾ നേരത്തെ പീച്ച് ചെയ്തെടുത്ത് ഇവിടെ ഓറഞ്ചും ബേബി പിങ്കും വൈറ്റുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, പിന്നെ സെയിം മറ്റേ സാരി കണ്ടോരെ റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ ഇതുപോലത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. നേരത്തെ കണ്ടോരെ തന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ, ഒരു വലുത്, പിന്നെ ഒരു കുഞ്ഞത്, പിന്നെ ഒരു വലുത്. അങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് മുൻവശം മുഴുവനും നല്ല ഹെവി വർക്കായിട്ട്, ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വർക്കും ആയതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ബ്ലാക്കിൻ്റെ അകത്ത് യെല്ലോ ആൻഡ് റെഡ് മെറൂൺ കോമ്പിനേഷൻ വന്നപ്പം നല്ല ഭംഗിയിൽ തന്നെ എടുത്ത് നിൽക്കുന്ന ഒരു വർക്കാണിത്. ഇതുവരെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുവരെ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചിട്ടുണ്ട്. അത് ഇതുവരെയാണ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 2049 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്.
ഇതാണ് നമ്മുടെ അടുത്ത സാരി, ബേബി പിങ്ക് ചെക്കോട്ട സാരിയുടെ അകത്ത് ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഒരു ട്രീ പാറ്റേൺ ആണ്. അതിൻ്റെ നിറച്ചും ഫ്രഞ്ച് നോട്ടും സ്റ്റെം ഫുൾ സാറ്റിൻ സ്റ്റിച്ച് അല്ല, സ്റ്റെം സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്തേക്കുന്നതാണ്. അത് ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ബ്ലൂ തന്നെ 3 ടൈപ്സ് ഓഫ് ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ആണെങ്കിലും 2 ടൈപ്സ് ഓഫ് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ ഉണ്ട്. എല്ലാം കൂടെ നല്ല തിക്കായിട്ട് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ബേബി പിങ്കിൻ്റെ അകത്ത് ഈ ബ്ലൂ, ടർക്കോയിസ് ബ്ലൂവും നേവി ബ്ലൂവും എല്ലാ ബ്ലൂവും കൂടെ വന്നപ്പോൾ നല്ല എടുപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ മുന്താണിയുടെ ഒരു സൈഡിൽ, പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഷോൾഡർ പ്ലേറ്റിൽ ഇതുപോലത്തെ 2 ട്രീസാണ് വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട് ട്രീയുടെ. നമ്മൾ മുന്താണിയിൽ കണ്ട ഡയറക്ഷൻ അല്ല ഷോൾഡർ പ്ലേറ്റിൽ വന്നപ്പോൾ ഉള്ള ഡയറക്ഷൻ. അപ്പോൾ ഇതുപോലത്തെ 2 ട്രീസാണ് ഷോൾഡർ പ്ലേറ്റിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും ഉണ്ട്. ഇതുപോലെ അത് ബേബി പിങ്ക് ആണ് സാരിയുടെ കളറ്. പ്യുവർ കോട്ടൺ ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2199 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതാണ് അടുത്ത സാരി. ഇതൊരു ലൈറ്റ് മോഫ് കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ക്രോസ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മോൾ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവർ, അതിൻ്റെ അകത്ത് 3 കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ബേബി പിങ്ക് ഉണ്ട്. ഗ്രീൻ ആണെങ്കിലും 2 ടൈപ്പ് ഓഫ് ഗ്രീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺ മുന്താണിയുടെ ഒരു സൈഡിലുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 പാറ്റേൺസ് ആണ് ഉള്ളത്. 3 എണ്ണം അടുപ്പിച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ തന്നെ ഒരു പാറ്റേൺ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ സ്റ്റാൻഡിങ് പൊസിഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇത് നമ്മൾ ആദ്യം കണ്ട സാരിയുടെ സെയിം കളറാണ്. ഇതും ലൈറ്റ് പിസ്ത ഗ്രീൻ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് ആപ്ലിക്യൂ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ 2 സൈഡിലും ഇതുപോലെ ഒരു പൂവിൻ്റെ പാറ്റേൺസും പിന്നെ സിംഗിൾ പെറ്റലായിട്ട് നടുക്കും 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണി ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു മെറ്റീരിയൽ, റാണി പിങ്ക് ആൻഡ് ബ്ലാക്ക് കളർ മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. ഈ ആപ്ലിക്യൂ വർക്ക് ഇതുവരെ കൈകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. ഇതുവരെയാണ്, മെഷീനല്ല, കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റിച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ സിംഗിൾ പെറ്റൽ 2 എണ്ണമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ 2 എണ്ണം ഉണ്ട് റണ്ണിങ് പോർഷനിൽ. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് അടുപ്പിച്ച്, ഫ്ലവേഴ്സ് അല്ല പെറ്റൽസ് അടുപ്പിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും പെറ്റൽസാണ് നമ്മൾ അടുപ്പിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 7 എണ്ണം ഉണ്ട് ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ 5 എണ്ണം തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ 5 എണ്ണം ബോട്ടം പ്ലീറ്റ്സിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ പിന്നെ ഇതുപോലത്തെ ഒരു 3 പെറ്റലായിട്ടാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിന് ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ഈ റാണി പിങ്ക് ഇടുവായിരിക്കും കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ ഗ്രീൻ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2200 ആണ് ഇതിൻ്റെ റേറ്റ്. ആപ്ലിക്യൂ വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇത്രയും വർക്ക് ഉള്ളതുകൊണ്ട് ഇത് പിടിപ്പിക്കാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് കൂടുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2200 ആണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റു കുറച്ച് ഡിസൈൻസുമായിട്ട് അടുത്ത ദിവസം കാണാം. നാളെയും കൂടെ സെയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ്റർഡേ നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. അൻറ്റിൽ ദെൻ ബൈ.